ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോസസ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടായിരുന്നു സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് 4 ആക്ടിവിറ്റീസിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ജസ്റ്റ് ഞാൻ ഇന്ന് PPT ഷെയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസിനകത്ത് 4 ആക്ടിവിറ്റീസിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. 4 ബേസിക് പ്രോസസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ, സോഫ്റ്റ്വെയർ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, വാലിഡേഷൻ, ഇവല്യൂഷൻ എന്ന് പറയുന്ന 4 ബേസിക് ആക്ടിവിറ്റീസിലൂടെയാണ് ഏതൊരു സോഫ്റ്റ്വെയറും അതിന്റെ പ്രോസസ്സിംഗ് ടൈമിൽ ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് ആണ് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. അതായത് നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ കോമ്പണൻസും അതേപോലെ ഹാർഡ്വെയർ കോമ്പണൻസും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണോ, വിത്തിൻ ദ ബഡ്ജറ്റിനുള്ളിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നോക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസിലേക്കാണ്. റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇതേ തരത്തിലുള്ള മറ്റൊരു പ്രൊജക്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രൊജക്റ്റിനെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെയോ പറ്റി പഠിക്കുക. അതേപോലെ തന്നെ എൻഡ് യൂസേഴ്സിന്റെ റിക്വയർമെന്റിനെ പറ്റി പഠിക്കുക. എന്നിട്ട് ഈ പറയുന്ന ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അതും കൂടാതെ നമ്മൾ എന്താ പറയാ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് കുറച്ച് റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് അനലൈസ് ചെയ്ത് കീപ്പ് ചെയ്യുന്നവരെയാണ് റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസ് വരുന്നത്. അപ്പോൾ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ ഉണ്ടാക്കാനാണ്, നമ്മുടെ പ്രൊജക്റ്റ് ഒരു പ്ലെയിൻ ഉണ്ടാക്കാനാണെങ്കിൽ പുതിയ ഒരു മോഡേൺ രീതിയിലുള്ള ഒരു പ്ലെയിൻ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിന് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലെയിനിനെ നമ്മളൊന്ന് പഠിക്കും അല്ലെ, സ്റ്റഡി ചെയ്യും. ആ പരിപാടിയാണ് റിക്വയർമെന്റ് എലിസിറ്റേഷനിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കുന്നു പറഞ്ഞല്ലോ, അതേപോലെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തെ നമ്മൾ പഠിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും ആ സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്തിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ യൂസറിന്റെ റിക്വയർമെന്റും കൂടെ കളക്ട് ചെയ്യുക. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ അനാലിസിസ് പെർഫോം ചെയ്യുക. അതുവരെ റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസിൽ വന്നു. പിന്നെയാണ് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. ഇപ്പൊ നമ്മൾ അനാലിസ് ചെയ്ത റിക്വയർമെന്റിൽ നിന്ന് നമ്മളൊരു ഡോക്യുമെന്റ് ഫോം ചെയ്യുക. ആ ഡോക്യുമെന്റിൽ 2 റിക്വയർമെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. ഒന്ന് യൂസർ റിക്വയർമെന്റും ഒന്ന് സിസ്റ്റം റിക്വയർമെന്റ് ആണ്. യൂസർ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ യൂസർക്ക് എൻഡ് യൂസേഴ്സിന്റെ റിക്വയർമെന്റ് ഓഫ് ദ കസ്റ്റമർ അല്ലെങ്കിൽ എൻഡ് യൂസർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മളുടെ സിസ്റ്റം റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് സിസ്റ്റം റിക്വയർമെന്റിൽ ഉണ്ടാവും. ഓക്കെ, സിസ്റ്റം എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതിന്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ആ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ നമ്മൾ പഠിച്ചത് റിക്വയർമെന്റ് വാലിഡേഷൻ ആണ്. റിക്വയർമെന്റ് വാലിഡേഷൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വാലിഡേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റിക്വയർമെന്റ് കളക്ട് ചെയ്തല്ലോ. അപ്പൊ ആ കളക്ട് ചെയ്ത എല്ലാ കണ്ടന്റും കളക്ട് ചെയ്തതല്ല, നമ്മൾ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ കളക്ഷൻ കംപ്ലീറ്റ് ആണ് എന്നുള്ള ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അവിടെ 3 കാര്യങ്ങൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യും. ഒന്നാമത്തേത് അതിന്റെ പ്രാക്ടിക്കാലിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടാണ്, അതായത് റിയലിസം ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് വെദർ അത് അപ് ടു ദ എക്സ്പെക്ടേഷൻ വന്നിട്ടുണ്ടോ, ആ സിസ്റ്റം കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഡെവലപ്പ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് അതിന്റെ കംപ്ലീറ്റ്നെസ് ആണ്, അതായത് എല്ലാ പാർട്ടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ അനാലിസിസിന്റെ ഭാഗങ്ങൾ. അങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്കൊരു റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് ആണ് നമ്മളെ കയ്യിലുണ്ടാവുക. ഈ ഡോക്യുമെന്റും കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഫേസ് ആയ സോഫ്റ്റ്വെയർ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് അറിയാം അല്ലെ. ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഓവറോൾ സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഓവറോൾ സോഫ്റ്റ്വെയറിന്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇംപ്ലിമെന്റേഷൻ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡിസൈൻ നമ്മൾ ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് രണ്ടും ഇന്റർലീവ് ചെയ്ത് വർക്ക് ചെയ്യാണ് ചെയ്യാറ് സാധാരണ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തു, നമ്മൾ ഇംപ്ലിമെന്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില ഡെവലപ്മെന്റ്സ് വേണം, അയ്യോ ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ലല്ലോ എന്നൊക്കെ ഫീൽ ചെയ്യും.
അപ്പൊ നമ്മൾ വീണ്ടും ഡിസൈൻ പാർട്ടിലേക്ക് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡിസൈൻ പാർട്ടിൽ അവിടെ ഒരു അപ്ഡേഷൻസ് മേക്ക് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റേഷൻ പാർട്ടിലേക്ക് വരും. ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ തന്നെ ഒരു ഇന്റർലീവ്ഡ് പാറ്റേണിൽ മൂവ് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. ഇനി നമുക്ക് ഈ പറയുന്ന ഡിസൈൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ഡിസൈൻ ഫേസിൽ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ആണ്. അത് നമ്മൾ പറഞ്ഞു, ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് യൂസറിന്റെ എല്ലാ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ കംപ്ലീറ്റ് റിക്വയർമെന്റ്സും അതിനെ പറ്റിയിട്ടുള്ള അനാലിസിസ്, ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം അതിൽ ഉൾപ്പെടും. അത് കഴിഞ്ഞ് പിന്നെ വേറൊന്ന് നമ്മൾ അവിടെ ഇൻപുട്ട് ആയിട്ട് ഡിസൈൻ ഫേസ് കൊടുക്കുക, പ്ലാറ്റ്ഫോം ഇൻഫർമേഷൻ ആണ്. അതായത് ഈ സോഫ്റ്റ്വെയർ എത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് അത് റൺ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് റൺ ചെയ്യുക, അതായത് എത്തരത്തിലുള്ള OS, ഹാർഡ്വെയർ എന്നീ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഈ തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നീ ഇൻഫർമേഷൻസ് ഒക്കെ ആ പ്ലാറ്റ്ഫോം ഇൻഫർമേഷനിൽ പെടുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഡാറ്റ ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാറ്റ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന ഡാറ്റ സ്ട്രക്ചറും അതേപോലെ തന്നെ ഓൾറെഡി പിന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡാറ്റ സെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ സെറ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഡാറ്റ പിന്നെ സെറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റ ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഡാറ്റ ഡിസ്ക്രിപ്ഷനിൽ പെടുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസൈനിന്റെ ഇൻപുട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡിസൈനിന്റെ ആക്ടിവിറ്റിയിലേക്ക് കടന്നു, അതായത് ഡിസൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടന്നു. അവിടെ ഡിസൈനിങ് 4 ഭാഗങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തത് ആർക്കിടെക്ചറൽ ഡിസൈൻ ആണ്. ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ഓവറോൾ സിസ്റ്റത്തെയാണ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഓവറോൾ സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് ദ സിസ്റ്റം, അതാണ് നമ്മൾ അവിടെ. അതിന് ഓവറോൾ വ്യൂ മാത്രമേ അവിടെ തന്നിട്ടുണ്ടാവുള്ളൂ. അതിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത് സിസ്റ്റം ആർക്കിടെക്ചർ ആണ് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്റർഫേസ് ഡിസൈനും ഉണ്ട്, അതേപോലെ കോമ്പണന്റ് ഡിസൈനും ഉണ്ട്. കോമ്പണന്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഓരോരോ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒന്നിക്കൽ ഒരു സബ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഒരു സിസ്റ്റത്തിന്റെ കുറെ സബ് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ മോഡ്യൂൾസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഓരോരോ മോഡ്യൂൾസിന്റെ ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടുള്ള ഡിസൈനിങ് പാർട്ടാണ് കോമ്പണന്റ് ഡിസൈനിങ്ങിൽ നടക്കുന്നത്. അതായത് നമ്മളിപ്പോ നമ്മളെ കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം കൺസിഡർ ചെയ്താൽ അവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന മോഡ്യൂളിന്റെ ഉള്ളിൽ സ്റ്റുഡന്റ് ചെയ്യുന്നതും സ്റ്റുഡന്റിന്റെ ഡാറ്റേന്റെ മുകളിൽ ചെയ്യുന്നതുമായ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ. ആ ഫുൾ ഓപ്പറേഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കോമ്പണന്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇനി ഈ കോമ്പണന്റ് ഡിസൈനിങ് കഴിഞ്ഞാൽ ഇന്റർഫേസ് ഡിസൈനിങ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ സ്റ്റുഡന്റ് ആൻഡ് ടീച്ചർ എന്ന് പറയുന്ന 2 മോഡ്യൂൾ കൺസിഡർ ചെയ്താൽ സ്റ്റുഡന്റ് ടീച്ചർക്കും ടീച്ചർ സ്റ്റുഡന്റിനുമായി സെൻഡ് ചെയ്യുന്ന കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ സ്റ്റുഡന്റ് അപ്ലോഡ് ചെയ്യുന്ന അസൈൻമെന്റ്സ് ടീച്ചറിനെ വ്യൂ ചെയ്യാൻ പറ്റും. ടീച്ചർ കൊടുത്തിരിക്കുന്ന മാർക്ക് അല്ലെങ്കിൽ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് സ്റ്റുഡന്റിനും വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള എന്തൊക്കെ ടൈപ്പ് ഇന്ററാക്ഷൻസും ഇന്റർഫേസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കോമ്പണൻസിന്റെ നടുവിൽ എന്നുള്ളതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ഇന്റർഫേസ് ഡിസൈനിൽ പറയും. അപ്പോൾ ഈ ഇന്റർഫേസ് ഡിസൈനിൽ ഒരു തരത്തിലുള്ള ആംബിഗ്വിറ്റി അല്ലെങ്കിൽ കൺഫ്യൂഷൻസും ഉണ്ടാവാൻ പാടില്ല, വളരെ ക്ലിയർ ആയിരിക്കണം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് ഡിസൈൻ, അതായത് ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ഡാറ്റ സെറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെന്നും അതിന് നമ്മൾ ന്യൂ ആയിട്ട് ഏതൊക്കെ ഡാറ്റാബേസ് ടേബിൾസും എക്സെട്ര നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നും അവിടെ എന്തൊക്കെ ജോയിനിങ്ങും നോർമലൈസേഷൻ അങ്ങനെയുള്ള കുറേ പ്രോസസ്സ് അതിൻ്റെ അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസൈൻ ആണ് ഡാറ്റാബേസ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കിടെക്ചറൽ ഡിസൈനിന്റെ ഔട്ട്പുട്ട് ആയിട്ട് സിസ്റ്റം ആർക്കിടെക്ചർ ആണ് കിട്ടുന്നതെങ്കിൽ ഇന്റർഫേസിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇന്റർഫേസ് സ്പെസിഫിക്കേഷനും കോമ്പണന്റ് ഡിസൈനിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കോമ്പണന്റ് സ്പെസിഫിക്കേഷനും ഡാറ്റാബേസ് ഡിസൈനിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഡാറ്റാബേസ് സ്പെസിഫിക്കേഷനും ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന എൻവയൺമെന്റ് ഇൻ വിച്ച് ദ സോഫ്റ്റ്വെയർ വിൽ എക്സിക്യൂട്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കൊടുക്കും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഡാറ്റ വിച്ച് ഹാസ് ബീൻ യൂസ് ഇൻ ദ സോഫ്റ്റ്വെയർ, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം. പിന്നെ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓവറോൾ സ്ട്രക്ചർ ഓഫ് സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് കോമ്പോണൻസ് ആൻഡ് ദർ റിലേഷൻഷിപ്പ്, അതായത് വളരെ ഓവറോൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും
സ്ട്രക്ചറും അതിന്റെ കോമ്പണൻസിന്റെ ബേസിക് പ്രിൻസിപ്പിൾസും റിലേഷനും മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇന്റർഫേസ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇന്റർഫേസ് ബിറ്റ്വീൻ സിസ്റ്റം കോമ്പണൻസ് ആണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി അൺആംബിഗ്യസ് ആയിട്ട് നമ്മളത് കൊടുക്കണം. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആര് എങ്ങോട്ട് എന്തൊക്കെ ഡാറ്റ സെൻഡ് ചെയ്യുന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടെ കൊടുക്കണം. പിന്നെ കോമ്പണന്റ് ഡിസൈൻ എന്ന് പറയുന്നത് സിസ്റ്റം കോമ്പണൻസ് ആൻഡ് ഡിസൈൻ ഹൗ ഇറ്റ് വിൽ ഓപ്പറേറ്റ്. ഓരോരോ കോമ്പണന്റിന്റെയും കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ആൻഡ് അതിന്റെ ഫംഗ്ഷനാലിറ്റി അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഡാറ്റാബേസ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഡാറ്റ സ്ട്രക്ചർ, അതേപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്തൊക്കെ ഡാറ്റാബേസ് റീയൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ന്യൂ ഡാറ്റാബേസസ് ഏതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നീ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ ഡാറ്റാബേസ് ഡിസൈനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അത് നമുക്ക് ഡാറ്റാബേസിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റാബേസ് സ്പെസിഫിക്കേഷൻ, സിസ്റ്റം ആർക്കിടെക്ചർ, ഇന്റർഫേസ് സ്പെസിഫിക്കേഷൻ, കോമ്പണന്റ് സ്പെസിഫിക്കേഷൻ, ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ സോഫ്റ്റ്വെയർ വാലിഡേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. വാലിഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വേരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് റിക്വയർമെന്റ് കളക്ട് ചെയ്ത സമയത്ത്, അതായത് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷനിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ദ റിക്വയർമെന്റ്സ് ആർ മെറ്റ് ഓർ നോട്ട് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. സോ അവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. കംപ്ലീറ്റ് ടെസ്റ്റിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പൊ ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യും. സോ ടെസ്റ്റ് കേസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു സിസ്റ്റം എന്ന് വിചാരിച്ചാൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് കിട്ടുക, അതാണല്ലോ പരിപാടി നടക്കുന്നത്. അതിന്റെ നടുവിൽ എന്തൊക്കെയോ കുറെ പ്രോസസ്സുകൾ ഗോയിങ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എത്തരത്തിലൊക്കെയുള്ള ഇൻപുട്ടുകളാണ് നമ്മൾ റിയൽ ലൈഫിൽ യൂസർ റിയൽ എൻവയോൺമെന്റിൽ കൊടുക്കുക, അത്തരത്തിലുള്ള ഇൻപുട്ടുകൾ നമ്മൾ കളക്ട് ചെയ്യും. അതിനാണ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻപുട്ട് കളക്ട് ചെയ്തിട്ട് അത് 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ സിസ്റ്റത്തിൽ ഇട്ട് കൊടുക്കും. അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അത് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. സപ്പോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് ആണെങ്കിൽ ഓക്കെ, നമ്മുടെ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് അല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും നമ്മൾ ഡിസൈൻ ഫേസ് പോയിട്ട് ഇംപ്ലിമെന്റേഷൻ ഫേസ് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഇംപ്ലിമെന്റേഷൻ ഫേസിൽ തന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഡിസൈൻ ഫേസ് പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് ഇംപ്ലിമെന്റേഷൻ ഫേസിൽ അതിന്റെ കോഡ് ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ കോഡ് റിവൈസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ടെസ്റ്റിങ്ങിലേക്ക് തന്നെ മൂവ് ചെയ്യണം. ഇത്തരത്തിലാണ് ടെസ്റ്റിംഗ് ഗോയിങ് ഓൺ ചെയ്യുക. അപ്പൊ ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് 3 സ്റ്റേജുകളിലൂടെയാണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കോമ്പണന്റ് ടെസ്റ്റിംഗ് ആണ്. രണ്ടാമത് വരുന്നത് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ്. പിന്നെ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. കോമ്പണന്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മക്കളെ, യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ. അതായത് ഓരോരോ പ്രോഗ്രാം യൂണിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ പറയുകയാണെങ്കിൽ ഓരോരോ പ്രോഗ്രാം കോമ്പണന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ആ ഒരു കോമ്പണന്റ് ഡെവലപ്പ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ മാത്രം ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ സ്റ്റുഡന്റ് ഒരു കോമ്പണന്റ് ആണ്, സ്റ്റാഫ് ഒരു കോമ്പണന്റ് ആണ്, അതേപോലെ അഡ്മിനിസ്ട്രേഷൻ ഒരു കോമ്പണന്റ് ആണ്. അപ്പൊ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായി ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് കോമ്പണന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞു അങ്ങനെ എല്ലാ കോമ്പണൻസും സിംഗിൾ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത കോമ്പണൻസിനെ നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, നമ്മളത് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ ഇന്റർഫേസുകൾ ഇതിന്റെ നടുവിൽ ഉണ്ടാവില്ലേ, കുറെ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം പ്രോപ്പറായി നടന്നിട്ടുണ്ടോ, അതിന്റെ വർക്കിംഗ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള വർക്കിംഗ് പെർഫെക്റ്റ് ആണെങ്കിൽ സിസ്റ്റം ടെസ്റ്റിംഗ് അവിടെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോരോ കോമ്പണൻസും ഇതിലേക്ക് കമ്പൈൻ അടിച്ച് ആ കംപ്ലീറ്റ് സിസ്റ്റത്തിനെ കവർ ചെയ്യും, കമ്പൈൻ അടിക്കും, ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഫുൾ സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് 2 തരത്തിലാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉള്ളത്. ആൽഫ ടെസ്റ്റിംഗും ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയും. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ വിത്തിൻ ഓർഗനൈസേഷൻ, ആ കംപ്ലീറ്റ് സിസ്റ്റത്തെ വിത്തിൻ ഓർഗനൈസേഷനിൽ ഇരുന്നു കൊണ്ട് ഡെവലപ്പേഴ്സും അതേപോലെ ക്ലയന്റുകൾ, പുറത്തുനിന്ന് ക്ലയന്റ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്, ഡെവലപ്പർ തന്നെ നമ്മൾ ഓർഗനൈസേഷനിൽ ഇരുന്നിട്ട് ആ ഫുൾ സിസ്റ്റത്തെ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് കേസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക. പിന്നെ പുറമേന്ന് ക്ലയന്റും വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഓർഗനൈസേഷനിൽ ഇരുന്നു കൊണ്ട് ആ ഫുൾ സിസ്റ്റത്തെ ടെസ്റ്റ് ചെയ്യുക.
ഈ പരിപാടിക്കാണ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്പർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് ഓരോരോ പിന്നെ പ്രോപ്പർട്ടീസും ഓപ്പറേഷൻസും നോക്കിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നാണ് വിളിക്കുക. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം ക്ലയന്റ് വന്നിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലയന്റിന് ഒരിക്കലും ഓപ്പറേഷനിലേക്ക് പിന്നെ പീപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് ടെസ്റ്റിംഗ് ചെയ്യില്ല. ക്ലയന്റ് ഇങ്ങനെ പുറമേ ഇരുന്ന് റിയൽ വേൾഡ് ഡാറ്റ വെച്ചായിരിക്കും ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവുക. അതിനെ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്നാണ് പറയാം. ഓക്കെ, ഇനി ഇത്തരത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, അതായത് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റിന്റെ നീഡ്സ് എല്ലാം മെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന പരിപാടിയാണ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഡെവലപ്പേഴ്സും അതുപോലെ തന്നെ ക്ലയന്റും എല്ലാം കൂടെ ഇരുന്ന് ചെയ്യുന്നതാണ്. ഇഫ് എനി എറർ നമ്മൾ ഫൗണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഓവർകം ചെയ്യും, വീണ്ടും ടെസ്റ്റിങ്ങിന് വിടുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വൺസ് ഇത് സാധാരണയായിട്ട് ആൽഫ ടെസ്റ്റിംഗ് ചെയ്യാറ് സിംഗിൾ ക്ലയന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്താലൊക്കെ ആൽഫ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാറ്. പിന്നെ വേറൊരു ടെസ്റ്റിംഗ് ഉണ്ട്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിന്റെ രണ്ടാമത്തെ രീതിയാണ് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയും. അപ്പൊ ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ സാധാരണയായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയർസ്, അതായത് ബൈ ആൻഡ് സെൽ ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയർസിലാണ് ബീറ്റ ടെസ്റ്റിംഗ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചോദിച്ചാൽ എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള യൂസേഴ്സിന് നമ്മളെ കംപ്ലീറ്റ് ആയ സിസ്റ്റം എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു. അവർക്ക് കൊടുത്തിട്ട് അവരത് യൂസ് ചെയ്യും. റിയൽ വേൾഡിൽ റിയൽ എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറേ എന്താ പറയുക ഡ്രോബാക്സ് ഒക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആ പിന്നെ ഡ്രോബാക്സ് അവർ ഇങ്ങനെ മെയിൽ ത്രൂവോ അല്ലെങ്കിൽ കോൾ ത്രൂവോ എന്ത് ചെയ്യുന്നു, നമ്മളെ ഡെവലപ്പേഴ്സിനെ അറിയിക്കുന്നു. ഡെവലപ്പേഴ്സ് അത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഈ ബീറ്റ വേർഷൻ എന്നുള്ളത് കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പം ഐഫോൺ അങ്ങനെയുള്ള ആപ്പിൾ കമ്പനിയൊക്കെ ആണെങ്കിലും ഇതേപോലെ അവരുടെ പ്രീമിയം യൂസേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് കുറച്ച് ആൾക്കാർ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ബീറ്റ വേർഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇത് ബീറ്റ വേർഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് അത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് എല്ലാവർക്കും അവൈലബിൾ ആക്കി കൊടുക്കാറുള്ളൂ. അപ്പൊ അതാണ് ബീറ്റ വേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബീറ്റ വേർഷനിൽ എന്തായാലും നടക്കുന്നത് ബ്ലാക്ക് ബോക്സ് ആണ്. അതൊരിക്കലും ഉള്ളിൽ ഓരോരോ ഫംഗ്ഷനാലിറ്റിയിലേക്ക് കോഡ് നോക്കി പീപ്പ് ഔട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. അത് പുറമേ ഇരുന്ന് ആസ് എ യൂസർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്ന് അറിയുന്ന ഒരു ടെസ്റ്റിംഗ് മാത്രമാണ് ബീറ്റ ടെസ്റ്റിംഗ് എന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഓവറോൾ ആയിട്ട് ഒരു ടെസ്റ്റിംഗ് ഫേസ് എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമുക്കൊരു റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ അത് നമ്മൾ ആദ്യം തന്നെ ഡോക്യുമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം റിക്വയർമെന്റും ഉണ്ട്, അതേപോലെ യൂസർ റിക്വയർമെന്റും ഉണ്ട്. സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ സിസ്റ്റം ഡിസൈൻ എത്തിയിട്ടുണ്ടാവും. ഡീറ്റെയിൽഡ് കോമ്പണന്റിന്റെ ഡീറ്റെയിൽഡ് ഡിസൈൻസിലേക്ക് പോയിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽഡ് കോമ്പണന്റ് ഡിസൈനിന് ശേഷം നമ്മൾ നേരെ കോമ്പണന്റ് മോഡ്യൂൾ ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്ത മോഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് പെർഫോം ചെയ്യുന്നു. അപ്പൊ യൂണിറ്റ് ടെസ്റ്റ് പെർഫോം ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് കൂടുതൽ കോമ്പൗണ്ടിനെ കമ്പൈൻ അടിച്ചാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ പറയുന്ന ഇന്റഗ്രേഷൻ സമയത്ത് ചെയ്യേണ്ട ടെസ്റ്റിങ്ങോ അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ ഒക്കെ നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴും ഡീറ്റെയിൽ ഡിസൈനിങ് ചെയ്യുന്ന സമയത്തും ഒരു സബ് സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഏതേത് കോമ്പണൻസ് ആണെന്നും അവർ തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ടെന്നും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇന്റഗ്രേഷൻ ടെസ്റ്റ് ചെയ്യേണ്ട പ്ലാൻ ഡെവലപ്പ് ആയിട്ടുണ്ടാവുക. അത് ബേസ് ചെയ്തിട്ടാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇന്റഗ്രേഷൻ ടെസ്റ്റ് ചെയ്ത് അവസാനം സിസ്റ്റം ഇന്റഗ്രേഷൻ ടെസ്റ്റ്, കാരണം കംപ്ലീറ്റ് സിസ്റ്റത്തിന് ഏകദേശം കംപ്ലീറ്റ് സിസ്റ്റം എന്നുള്ള രീതിയിലായി അവിടെയും ഇതേപോലെ തന്നെ സിസ്റ്റം ഡിസൈനും അതേപോലെ തന്നെ സിസ്റ്റം സ്പെസിഫിക്കേഷന്റെ സമയത്ത്, അതായത് സിസ്റ്റം സ്പെസിഫിക്കേഷന് സിസ്റ്റം എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി ചെയ്യണം എന്നുള്ളതാണ് അവിടെ സ്പെസിഫൈ ചെയ്യുക. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ സിസ്റ്റം ഡിസൈനും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആ ടെസ്റ്റ് പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് മൊത്തത്തിലുള്ള സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, അതായത് ഫൈനൽ വേർഷൻ നമ്മൾ ഉള്ളിലുള്ള ബേസിക് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആക്സെപ്റ്റൻസിലേക്ക് വരിക. ആക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ അവിടെ ആൽഫയും ഉണ്ട് ബീറ്റയും ഉണ്ട്. ആൽഫ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ എടുത്തിട്ട് വേണം ആക്സെപ്റ്റൻസ് ടെസ്റ്റിന്റെ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് എല്ലാ റിക്വയർമെന്റും മീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആൽഫ ടെസ്റ്റിംഗ് ചെയ്യും. ആൽഫയ്ക്ക് ശേഷം വേണമെങ്കിൽ അതേ സോഫ്റ്റ്വെയർ ബീറ്റ ടെസ്റ്റിങ്ങിന് കൊടുക്കാം. അപ്പോൾ ബീറ്റ ടെസ്റ്റിങ്ങിന് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പം ഇത് ആൽഫ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ബീറ്റക്ക് കൊടുക്കാതെ, അതായത് സിംഗിൾ ക്ലയന്റ് ആണെങ്കിൽ അത് പിന്നെ ആൽഫ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബീറ്റക്ക് കൊടുക്കില്ല. ബിക്കോസ് എന്താ വെച്ചാൽ ആൽഫയിൽ തന്നെ, കാരണം വേറെ കുറെ പൊട്ടൻഷ്യൽ യൂസേഴ്സ് ഒന്നും ഇല്ലല്ലോ, സിംഗിൾ ക്ലയന്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്തല്ലോ. അപ്പൊ ആൽഫ കഴിഞ്ഞിട്ട് തന്നെ അത് സർവീസിലേക്ക് പോകും. ഇനിയിപ്പോ ചിലത് ആൽഫ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ബീറ്റ കഴിഞ്ഞിട്ടായിരിക്കും സർവീസിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇനി രണ്ട് ടെസ്റ്റിംഗ് കേസസിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ വൈറ്റ് ബോക്സും ബ്ലാക്ക് ബോക്സും ടെസ്റ്റിംഗ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് ബോക്സ് എന്ന് വെച്ചാൽ വളരെ ഇന്റേണൽ ആയിട്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഡെവലപ്പർ മേക്ക് ചെയ്യുന്നതാണ്. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ടെസ്റ്റിംഗ് എപ്പോഴും യൂസർ പുറമേ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ്. ഇന്റേണൽ വർക്കിങ്ങിനെ പറ്റി വലിയ ഡീറ്റെയിൽ ഒന്നും യൂസർക്ക് അറിയണ്ടാവില്ല.
ഓക്കെ. അപ്പൊ ബീറ്റ പക്ഷെങ്കിൽ യൂസർ മാത്രമല്ലേ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോക്സ് മാത്രമാണ് അവിടെ ചെയ്യപ്പെടുന്നത്. ഇനി ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ആൽഫ ടെസ്റ്റിങ്ങിൽ എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് തന്നെയാണ് അത് ടെസ്റ്റ് ചെയ്യുക മെയിൻ ആയിട്ട്. പക്ഷെ ബീറ്റ എന്ന് പറയുന്നത് ക്ലയന്റ് ആണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ആൽഫ ടെസ്റ്റിംഗ് ഡെവലപ്പറിന്റെ സൈറ്റിൽ തന്നെ, അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ വെച്ച് തന്നെ നടക്കുന്ന പ്രോസസ്സാണ്. ബീറ്റ ടെസ്റ്റിംഗ് വെച്ചാൽ എൻഡ് യൂസറിന്റെ കയ്യിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ആൽഫ ടെസ്റ്റിംഗിൽ റിലയബിലിറ്റി, സെക്യൂരിറ്റി, റോബസ്റ്റ്നെസിനെ പറ്റി ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. റോബസ്റ്റ്നെസ് പിന്നെയും പറയാം, പക്ഷെ റിലയബിലിറ്റി, സെക്യൂരിറ്റിനെ പറ്റി കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റില്ല. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് തന്നെ എല്ലാ കേസിലും കിട്ടുമെന്നുള്ള ഉറപ്പ് വരുത്തുക. സെക്യൂരിറ്റി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റിയൽ വേൾഡിലേക്ക് എത്തിയാൽ മാത്രമേ സെക്യൂരിറ്റിന്റെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റിലയബിലിറ്റി, സെക്യൂരിറ്റി, റോബസ്റ്റ്നെസ് ഒക്കെ അറിയണമെങ്കിൽ ബീറ്റ ടെസ്റ്റിംഗ് തന്നെ ചെയ്യണം. റോബസ്റ്റ്നെസ് എന്ന് വിചാരിച്ചാൽ എല്ലാ എക്സെപ്ഷൻസും ഹാൻഡിൽ ചെയ്യപ്പെടുന്നുണ്ടോ, അതായത് സോഫ്റ്റ്വെയർ അത്ര സ്ട്രോങ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ്. ഇനി അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ ഇവല്യൂഷൻ ആണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് സോഫ്റ്റ്വെയർ ഇവല്യൂഷൻ. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് പണി തീരില്ല. നമുക്കറിയാം നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റും ടെക്നോളജിയും കീപ്പ് ഓൺ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ കീപ്പ് ഓൺ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ചേഞ്ചിന് അഡാപ്റ്റബിൾ ആയിട്ട് വേണം നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഇവല്യൂഷൻ നടക്കുന്നത്? അതായത് നമ്മളൊരു സിസ്റ്റം റിക്വയർമെന്റ് കളക്ട് ചെയ്ത പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മളെ കയ്യിലുണ്ട്. ഇനി ഈ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ ജഡ്ജ് ചെയ്യുന്നു. അപ്പൊ അസസ് ദ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ, ജഡ്ജ് ദ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ. അപ്പൊ ആ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ പറയുന്ന പുതിയ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് പുതിയ ചേഞ്ചസ് നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ആ പ്രപ്പോസ് ചെയ്ത ചേഞ്ചസിന്റെ പ്രകാരം നമ്മൾ സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്ത് നമുക്കൊരു ന്യൂ സിസ്റ്റം ഉണ്ടാവുന്നു. ആ സിസ്റ്റത്തെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എക്സിസ്റ്റിംഗ് സിസ്റ്റമായി. വീണ്ടും യൂസറിന്റെ റിക്വയർമെന്റ് കളക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എക്സിസ്റ്റിംഗ് സിസ്റ്റം ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, അതിനകത്ത് ഇനി എന്ത് ചേഞ്ച് വരുത്തണമെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ചേഞ്ചസ് നമ്മൾ പ്രപ്പോസ് ചെയ്യും, വീണ്ടും നമ്മൾ സിസ്റ്റം മോഡിഫൈ ചെയ്യുന്നു. അതായത് മോഡിഫിക്കേഷൻ വെച്ചാൽ ഇംപ്ലിമെന്റേഷനിൽ ചിലപ്പോൾ തീരില്ല. അപ്പൊ നമ്മൾ ഡിസൈനിൽ പോയി ചേഞ്ച് വരുത്തി ഇംപ്ലിമെന്റേഷനിൽ വന്ന് വേണം അത് മോഡിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ന്യൂ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സൈക്കിൾ കീപ്പ് ഓൺ ഗോയിങ് ഓൺ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് പ്രോസസ്. അപ്പൊ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോസസ് ആക്ടിവിറ്റീന്റെ 4 സ്റ്റേജസിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. രണ്ടാമത്തേത് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഡിസൈൻ ചെയ്ത് നമ്മൾ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമിംഗ് കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ മൂന്നാമത്തേത് വാലിഡേഷൻ ആണ്. ഓൾ ദ റിക്വയർമെന്റ് ഹാസ് ബീൻ മെറ്റ് ഓർ നോട്ട് എന്നുള്ള ചെക്കിംഗ് സ്റ്റേജ് ആണ്. അവിടെയാണ് നമ്മൾ സിസ്റ്റം ടെസ്റ്റിംഗ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവല്യൂഷൻ, അതായത് ദ ബിസിനസ് ആൻഡ് ആസ് വെൽ ആസ് ടെക്നിക്കൽ വേൾഡ് ഈസ് കീപ്പ് ഓൺ ചേഞ്ചിങ് ആണ്. സോ ദാറ്റ് വി ഹാവ് ടു അപ്ഡേറ്റ് അവർ സോഫ്റ്റ്വെയർ. അതാണ് സോഫ്റ്റ്വെയർ ഇവല്യൂഷനിൽ വരുന്നത്. ഹോപ്സോ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ പ്രോസസ് ആക്ടിവിറ്റി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ നോട്ട്സ് എല്ലാം എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക, ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് August 5 ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അസൈൻമെന്റിന് കൂടെ എനിക്ക് ഈ ലെക്ചർ നോട്ടും കൂടെ സബ്മിറ്റ് ചെയ്യുക. മോർണിംഗ് 9 o'clock സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ മാർക്ക് കുറക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് കേട്ടു നോക്കുക. ഡൗട്ട് ഉള്ളത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കുക. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇട്ടത്. ഏതെങ്കിലും കുട്ടികൾക്ക് ഇന്നിപ്പം കാണാൻ പറ്റില്ല എന്നുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും നാളെ കാണാൻ പറ്റണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് മുതൽ ഒരു 5 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. അതിനുള്ളിൽ എന്ത് ചെയ്യാം, കണ്ട് ലെക്ചർ നോട്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ.